ഹായ് ഫ്രണ്ട്സ്. കുറച്ച് ദിവസങ്ങളായി നമ്മുടെ രാജ്യം ഒരു യുദ്ധക്കെണിയിലായിരുന്നു, നമുക്കറിയാം. അതിനുശേഷം ഇന്ന് 5 മണിക്ക് വെടിനിർത്തൽ കരാർ വന്നപ്പോൾ എല്ലാവരെയും പോലെ ഞാനും സന്തോഷിച്ചു. കുറച്ച് ഒരല്പ സന്തോഷം മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. കാരണം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, ഭീകരരെ തുരത്തുക എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യമെങ്കിലും പാകിസ്ഥാനെ തുടച്ചു നീക്കണം എന്നതാണ് എൻ്റെ വ്യക്തിപരമായ ആഗ്രഹം. കാരണം പാകിസ്ഥാൻ എന്നൊരു രാജ്യം അവിടെ നിലനിൽക്കുന്നു എങ്കിൽ ഉറപ്പായും ഭീകരവാദം ഇനിയും അവിടെ വളർന്ന് പന്തലിക്കും. അപ്പോൾ എന്നാൽ പാവപ്പെട്ട സാധാരണ ഗ്രാമീണരുടെ കാര്യം ഓർക്കുമ്പോൾ, ഈ യുദ്ധത്തിൽ അവർക്കും ജീവൻ നഷ്ടപ്പെടുമെന്നത് ഓർക്കുമ്പോൾ മാത്രമാണ് ഇങ്ങനെ ഒരു കരാറിലൂടെ അത് നിർത്തിയതിൽ ഒരല്പം ആശ്വാസം എനിക്ക് തോന്നിയത്. അപ്പോൾ തന്നെ ഞങ്ങൾ വീട്ടിലിങ്ങനെ ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ തോന്നിയത് ഞാൻ പറഞ്ഞായിരുന്നു. കാരണം ഒരു തന്തയില്ലായ്മ സ്വഭാവമാണ് പാകിസ്ഥാൻ എന്നുള്ള രാജ്യത്തിനുള്ളത്. കാരണം നമുക്ക് ലോക രാജ്യങ്ങളിൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ലോക നേതാക്കളിൽ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാളാണ് ട്രംപ്. ഈ രണ്ടുപേരും കൂടെ ചേർന്നിട്ടുള്ള ഈ ഒരു വെടിനിർത്തൽ കരാറിൻ്റെ ചർച്ച, അത് എത്രത്തോളം ജെന്യൂനിറ്റി അതിനുണ്ട് എന്നുള്ള കാര്യത്തിൽ സത്യത്തിൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഇതൊരു ട്രാപ്പ് ആയിരിക്കും എന്ന് ഞങ്ങളിങ്ങനെ വീട്ടിൽ ചർച്ച ചെയ്തു. പക്ഷേ എന്നിലും എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. വെടിനിർത്തി നമ്മൾ കരാറ് ഓക്കെയാണ്, പക്ഷേ എങ്കിലും സൈന്യം ഉടനെ പിൻവാങ്ങില്ല, ഇവരെ വിശ്വസിക്കില്ല. കാരണം ഈ വെറും, ഞാൻ പറഞ്ഞല്ലോ, നേരായ ചിന്ത ഇല്ലാത്ത വെറും കൂർമ്മ ബുദ്ധിയും വക്രബുദ്ധിയുള്ള ഈ പാകിസ്ഥാൻ്റെയും ട്രംപിൻ്റെയും മുമ്പിൽ ഇന്ത്യ കുറച്ച് ഒരു പ്രായോഗിക ബുദ്ധി പ്രയോഗിക്കും എന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷേ ആ കാര്യത്തിൽ മാത്രം ഇന്ത്യൻ സൈന്യത്തിനും നമ്മുടെ ഭരണാധികാരികൾക്കും വീഴ്ച പറ്റി. ഒരിക്കലും നമ്മളവരെ വിശ്വസിക്കാൻ പാടില്ലായിരുന്നു. ഒരിക്കലും അത് വിശ്വസിച്ച് നമ്മുടെ സൈന്യത്തെയോ നമ്മുടെ ഒന്നും നമ്മൾ പിൻവലിക്കരുതായിരുന്നു. വെടിനിർത്തി ഓക്കെ, പക്ഷേ നമ്മളവിടെ ഒരു ദിവസമെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യണമായിരുന്നു, അതിൻ്റെ ഒരു ജെന്യൂനിറ്റി നമുക്കൊന്ന് വെളിപ്പെടാൻ. അതുകൊണ്ടാണ് നമുക്കൊരു സൈനികന് വീരമൃത്യുവും 7 പേർക്ക് പരിക്കും ഏൽക്കേണ്ട ഒരവസ്ഥ നമുക്കുണ്ടായത്. നമ്മളുടെ മൈൻഡ് മാറിയ ഒരു ക്രിട്ടിക്കൽ ടൈം അതാണ് അവർ ഉപയോഗിച്ചത്. അതാണ് അവരുടെ കൂർമ്മ ബുദ്ധി, അതായത് വക്രബുദ്ധി എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഒരിക്കലും അവരെ വിശ്വസിക്കാൻ കൊള്ളില്ല. അപ്പോൾ ഇനിയെങ്കിലും നമ്മുടെ ഭരണാധികാരികൾ ഇനിയെങ്കിലും ഒന്ന് കണ്ണു തുറക്കണം. ഒരിക്കലും ഇവരെ, പ്രധാനമന്ത്രി ഒരു അന്ത്യശാസനം നൽകിയിരുന്നു. ആ അന്ത്യശാസനത്തിൻ്റെ കണക്ക് വെച്ചിട്ടായാൽ പോലും അവരെ തുടച്ചു നീക്കേണ്ട ടൈം ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും ഒന്നും സംഭവിച്ചില്ല. ഇന്ത്യയുടെ സമാധാന സ്വഭാവം, നമ്മുടേതായ ഒരു സമാധാനത്തിന് മുൻഗണന നൽകുന്ന ഒരു രാജ്യമായതുകൊണ്ടാണ് അവർ നമ്മളോട് ഇങ്ങനെ കാണിക്കുന്നത്. അതുമാത്രമല്ല, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു നാഥനുള്ള ഒരു രാജ്യമാണ്. മറ്റേ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു നാഥനില്ല കളരിയാണ്. അതവിടെ ആരൊക്കെ ഉണ്ടെങ്കിലും അവിടെ ഒരു എന്താ തന്നിഷ്ടം പോലെയുള്ള ഒരു ഭരണരീതിയും ഭരണ നേതാക്കളെക്കാളും ഭീകരർക്ക് മുൻഗണനയും മുൻതൂക്കമുള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പോൾ അങ്ങനെ ഒരു രാജ്യത്തെ ഒരിക്കലും നമ്മുടെ ഭരണാധികാരി വിശ്വസിക്കാൻ പാടില്ലായിരുന്നു. അതൊരു ശുദ്ധ മണ്ടത്തരമായിപ്പോയി എന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇനിയെങ്കിലും വരും സമയങ്ങളിൽ വളരെ പ്രായോഗിക ബുദ്ധിയോടെ ഇന്ത്യ അത് കൈകാര്യം ചെയ്യണം. ഒരു വീരമൃത്യു വരിച്ച വളരെ കഷ്ടമായിപ്പോയി. കാരണം ഇങ്ങനെ ഒരു സമാധാനം ശ്രമത്തിന് ശേഷവും ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് യുദ്ധസമയത്ത് നഷ്ടപ്പെട്ടതിനേക്കാളും എത്രയോ മടങ്ങ് നമ്മൾ പകരം വീട്ടേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ ഇനിയെങ്കിലും ഒരു ദാക്ഷിണ്യവും കാണിക്കേണ്ട ഒരു രാജ്യമല്ല പാകിസ്ഥാൻ. പാകിസ്ഥാനോട് ഒരു തരത്തിലുള്ള ദാക്ഷിണ്യവും കാണിക്കരുത്. പാകിസ്ഥാനെ സത്യത്തിൽ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്തെ പിടിച്ചെടുക്കുകയാണ് വേണ്ടത്. പിടിച്ചെടുത്ത് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ഭരണം ഇല്ലാതാക്കി ഇന്ത്യ പൂർണ്ണമായും പാകിസ്ഥാനെ പിടിച്ചെടുക്കണം എന്നതാണ് എൻ്റെ വ്യക്തിപരമായ ആഗ്രഹം. അങ്ങനെ സംഭവിക്കണമേ എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ലാത്ത ഈ രാജ്യത്തെ ഒരിക്കലും എൻ്റെ ഭരണാധികാരികളും എൻ്റെ ജനങ്ങളും വിശ്വസിക്കരുത്. അതുകൊണ്ട് എല്ലാവരും നല്ലത് മാത്രം സംഭവിക്കുന്നതിനായിട്ട് ഈ രാജ്യത്ത് നിന്ന് ലോകാവസാനം വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകും എങ്കിലും നമ്മുടെ ഭീകരരെ തുടച്ചു നീക്കാനുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ ഉദ്യമത്തിന് വേണ്ടി
എല്ലാവരും പ്രാർത്ഥിക്കണം. നമുക്കറിയാം ഇതൊരു സമാധാനത്തിൽ കലാശിക്കാനും ആർക്കും ജീവൻ നഷ്ടം വരാതിരിക്കാനും സഭകളും അതായത് പള്ളികളിലും എല്ലാം കൂട്ടപ്രാർത്ഥനകളും ഉപവാസങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എല്ലാ ജാതി മതസ്ഥരും ആ രാജ്യത്ത് സമാധാനം പുലരണം എന്ന് ആഗ്രഹമുള്ള എല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്നിട്ടും ഇങ്ങനെ ഒരു രീതിയിൽ പ്രതികരിച്ച പാകിസ്ഥാനെ വെറുതെ വിടരുത് എന്ന് തന്നെയായിരിക്കും സമാധാനകാംക്ഷികളുടെ ആയ എല്ലാവരുടെയും ആഗ്രഹം. അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ, അങ്ങനെ തന്നെ നടക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരും നമ്മുടെ രാജ്യത്തിൻ്റെ നല്ല ഭാവിക്കായി പ്രാർത്ഥിക്കുക. കാരണം പാകിസ്ഥാൻ ഒരിക്കലും അവരുടെ രാജ്യത്തുള്ള സാധാരണ ജനങ്ങളെക്കുറിച്ച് ചിന്തയേയില്ല. അവരുടെ വക്രബുദ്ധി വിജയിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഒരു കാര്യം കൂടെ നമ്മൾ ആലോചിക്കണം. ഇന്ത്യയുടെ വളർച്ച അസൂയയോടുകൂടെയും ഭീതിയോടുകൂടെയും നോക്കുന്ന രാജ്യങ്ങളാണ് മറ്റെല്ലാ രാജ്യങ്ങളും. എല്ലാ രാജ്യങ്ങൾക്കും ഇന്ത്യയെ എപ്പോൾ കുത്താൻ ഒരവസരം കിട്ടും എന്ന് നോക്കിയിരിക്കുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ അവർ യുദ്ധം ചെയ്തില്ലെങ്കിലും മറ്റൊരു രാജ്യം യുദ്ധം ചെയ്യുമ്പോൾ അവർക്ക് സപ്പോർട്ട്, നമ്മളറിയാതെ പോലും സപ്പോർട്ട് കൊടുക്കാനുള്ള സാധ്യതകളും അട്ടിമറികളും ഒക്കെ നടക്കാൻ സാധ്യതയുണ്ട്. അത് ഇന്ത്യ ഏതൊരു രാജ്യത്തോടും, ഇന്ത്യ ഒരു വികസ്വര രാജ്യമാണ്, ഇന്ത്യ വളരെ പിന്നിലാണ് എങ്കിലും ഇന്ത്യ ഈ ഒരു സൈനിക ബലത്തിൽ ഇന്ത്യ ഇപ്പോൾ ഏത് രാജ്യത്തിനോടും ഒരുവിധം മത്സരിക്കാനുള്ള ഒരു കഴിവ് ഇന്ത്യ നേടിയെടുത്തു കഴിഞ്ഞു. അത് തന്നെയാണ് എല്ലാവരെയും ഭയപ്പെടുത്തുന്നത്. അപ്പോൾ ഇന്ത്യ വളരെ കരുതിക്കൂട്ടി, ആരെയും വിശ്വസിക്കരുത്. ഇങ്ങനെയുള്ള സമയത്ത് ആരെയും വിശ്വസിക്കാതെ ഒരു സ്വന്തം നിലപാടിൽ പോകേണ്ട ഒരു സമയമാണ്. അങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ശുഭ പ്രതീക്ഷ, ഇതുവരെ എല്ലാ വിജയങ്ങളും ഇന്ത്യക്ക് അനുകൂലമായിരുന്നു. ഇനിയും അങ്ങനെ തന്നെ വരുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു അനിഷ്ടവും സംഭവിക്കരുതേ എന്ന പ്രാർത്ഥനയോടുകൂടെ നിർത്തുന്നു. ജയ് ഹിന്ദ്.